പശുക്കളെ തിരികെ ലഭിച്ചു എങ്കിലും അർജുനൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോയില്ല. തങ്ങളെയെല്ലാം അവഗണിച്ച് അർജുനൻ ദുര്യോധനന്റെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നത് ഭീഷ്മരും ദ്രോണരും കാണുന്നു. അർജുനന്റെ ലക്ഷ്യം തങ്ങളല്ല, ദുര്യോധനൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, കോപത്തോടെ പാഞ്ഞു വരുന്ന അർജുനനെ എതിരിടുവാൻ ദുര്യോധനന് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഉടൻ തന്നെ ദുര്യോധനന്റെ അരികിലെത്തണം, അല്ലെങ്കിൽ അപകടമാണ്. പശുക്കളും മറ്റു ധനങ്ങളുമൊന്നും ഇപ്പോൾ കാര്യമാക്കേണ്ടതില്ല. ഈ വലിയ ആപത്തിനെ എങ്ങനെ തരണം ചെയ്യും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അർജുനൻ എല്ലാവരെയും അവഗണിച്ച് ദുര്യോധനന്റെ അടുത്തെത്തി ശരങ്ങൾ വർഷിക്കുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ആ ശരവർഷത്തിൽ ദുര്യോധനനും സൈന്യങ്ങളുമെല്ലാം വല്ലാതെ പരിഭ്രാന്തരായി. അപ്പോഴേക്കും കൗരവസേന അവരുടെ അടുത്തെത്തി. അർജുനൻ കർണനുമായി ഏറ്റുമുട്ടുന്നു. അതിഭീകരമായ കർണാർജുന യുദ്ധം കണ്ട് എല്ലാവരും വിസ്മയഭരിതരായി നോക്കി നിൽക്കുന്നു. തുല്യശക്തികൾ ഏറ്റുമുട്ടുന്ന അതിഭീകരമായ യുദ്ധം, അന്യോന്യമുള്ള ശരവർഷം.